നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത SIT കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബുവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ SIT ചോദ്യം ചെയ്യുകയാണ്. 1998-99 കാലഘട്ടത്തിൽ ശബരിമല ശ്രീകോവിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കൈവശമില്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം. രേഖകൾ കണ്ടെത്താൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു. രേഖകൾ ലഭ്യമാക്കിയില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് SIT നൽകി. പക്ഷേ രേഖകൾ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകാത്തതോടെയാണ് SIT ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം ദേവസ്വം ആസ്ഥാനത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ പഴയ ഫയലുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത്. 420 പേജുകളുള്ള രേഖകളാണ് കണ്ടെത്തിയത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്ത രേഖകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ രണ്ടാം പ്രതി മുരാരി ബാബു റിമാൻഡിലായി. നവംബർ 14 വരെയാണ് റിമാൻഡിൽ വിട്ടത്. 24 കൊല്ലം. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ വിവാദം. സർക്കാർ പാവപ്പെട്ടവരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ലെന്ന് വിമർശനങ്ങൾക്ക് മന്ത്രി MB രാജേഷിന്റെ മറുപടി. കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ സർക്കാർ കള്ളം പറയുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുകയാണ് സർക്കാർ. ഇതിനായി എന്തു മാനദണ്ഡമാണ് ഉപയോഗിച്ചതെന്നും ചോദ്യം. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. 4.5 കൊല്ലം മുമ്പ് നൽകിയ വാഗ്ദാനം എന്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന BJP. ഇലക്ഷന്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? അതേസമയം ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം എന്നിവ ഇല്ലാത്തവരാണ് അതിദരിദ്രരെന്ന് MB രാജേഷ് വിശദീകരിച്ചു. വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും മന്ത്രി. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ശനിയാഴ്ച സഭ സമ്മേളിക്കുന്നതിന് തടസ്സമായ ചട്ടം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാകും സഭാ സമ്മേളനം തുടങ്ങുക. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും മുഖ്യ അതിഥികളാകും. 24 തിരുവനന്തപുരം. സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും. സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെ പുതുക്കിയ ശമ്പളം നാളെ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബത്തയാണ് കൂട്ടിയത്. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ 20 മുതൽ വിതരണം ചെയ്യും. അവസാന ഗഡു കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ വീതം ലഭിക്കും. 2000 രൂപയായി ക്ഷേമ പെൻഷൻ. നല്ല വർധനയാണ്. ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് 1600 രൂപ. അത് രണ്ടും കൂടെ ചേർത്ത് 3600 രൂപ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന് ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം. കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറരുതെന്ന് കേന്ദ്ര സർക്കാർ. കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്ന് സൂചന. ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. PMC പദ്ധതിയിൽ ചേർന്നയുടൻ SSK ഫണ്ട് 320 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ബുധനാഴ്ച പണം അനുവദിക്കുമെന്ന അറിയിപ്പും ലഭിച്ചിരുന്നു. പക്ഷേ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയി. ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായി മന്ത്രി V ശിവൻകുട്ടി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ പുതിയ നിർദ്ദേശം. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രത്തെ അറിയിക്കാനുള്ള കരട് റിപ്പോർട്ട് തയ്യാറായി. അതിനിടെ കേരളം കരാറിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. I don't have that information. I came to know Kerala government in principle agreed to join PMC കരാർ മരവിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. വെറുതെ കത്ത് കൊടുക്കുക അല്ലെ, ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ലെന്ന് പറയുന്ന പോലെയല്ലേ, കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. കേരളത്തിൽ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 24 തിരുവനന്തപുരം.
PM ശ്രീ വിവാദം സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ CPIM കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി. CPIM മുന്നണി വിടാൻ സാധ്യതയുണ്ടായിരുന്ന വിഷയത്തിൽ സമവായമുണ്ടാക്കാൻ ശ്രമിക്കാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മണ്ഡലത്തിലെ പരിപാടിക്ക് പോയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. 24 പുറത്തുവിട്ട വാർത്തയോട് പ്രതികരിച്ച CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഓരോ നേതാവിന്റെയും സംഭാവന നോക്കേണ്ട കാര്യമില്ലെന്നാണ് മറുപടി നൽകിയത്. 24 ബിഗ് ബ്രേക്ക്. സംസ്ഥാനത്തെ ഇടതുമുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചേക്കാവുന്ന നിർണായകമായ രാഷ്ട്രീയ പ്രശ്നമായാണ് CPIM കേന്ദ്ര നേതൃത്വം PM ശ്രീ വിവാദത്തെ കണ്ടത്. വിവാദം പരിശോധിച്ച അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ യോഗം 1969 മാതൃകയിൽ CPI ഇടതുമുന്നണി വിട്ടുപോകാനുള്ള സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തി. എന്നാൽ ഇതേ ഗൗരവത്തിൽ സംസ്ഥാന നേതൃത്വം വിവാദത്തെ സമീപിച്ചില്ല എന്നതാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം. വിവാദം കത്തിപ്പടരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തളിപ്പറമ്പിലെ പ്രാദേശിക പരിപാടികൾക്ക് പോയത് ഇതിന് തെളിവായും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതനുസരിച്ചാണ് MV ഗോവിന്ദൻ തലസ്ഥാനത്തേക്ക് മടങ്ങി വന്നത്. ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഇടപെടലാണ് പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തിരുത്തിയത്. PM ശ്രീ വിഷയത്തെ സംസ്ഥാന നേതൃത്വം കൈകാര്യം ചെയ്ത രീതിയിൽ അതൃപ്തിയുണ്ടെന്ന 24 വാർത്ത MA ബേബി നിഷേധിച്ചില്ല. ഓരോരുത്തരുടെയും ഈ പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെന്റിമീറ്റർ കണക്കിന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. PM ശ്രീ പദ്ധതി സംബന്ധിച്ച ഭിന്നത അവസാനിപ്പിക്കാൻ ഇടപെട്ടതിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും CPIM കേന്ദ്ര നേതൃത്വത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ തിരുത്തിക്കൊണ്ടുള്ള ഇടപെടലിലൂടെ ദേശീയ നേതൃത്വം എല്ലാ കാലത്തും കാഴ്ചക്കാരായിരിക്കുന്ന സന്ദേശമാണ് നൽകുന്നത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീനയുടെ കൊച്ചിയിലെ മത്സര നടത്തിപ്പിലെ ത്രികക്ഷി കരാർ കടലാസിൽ മാത്രം. കലൂർ സ്റ്റേഡിയം 65 ദിവസത്തേക്ക് സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കാനും വരുമാനം മുഴുവൻ ഒറ്റയ്ക്കെടുക്കുന്നതിന് അനുവാദം നൽകുന്ന തരത്തിലുള്ള കരാർ കരടിന്റെ പകർപ്പ് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത് മന്ത്രിയുടെ വാക്കിൻ പുറത്തുനിന്ന് തെളിയിക്കുന്ന രേഖകളും 24 പുറത്തുവിട്ടു. ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കായികമന്ത്രി V. അബ്ദുറഹിമാൻ തയ്യാറായില്ല. ലിയോണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരിൽ കായികമന്ത്രിയും സ്പോൺസറും നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും GCDAയും തമ്മിലുള്ള ത്രികക്ഷി കരാറിന്റെ കരട് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം കൈമാറുന്നത് SKFനാണ്. എന്നാൽ SKFന് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്ത് അധികാരമോ അതെല്ലാം സ്പോൺസർക്കെന്ന തരത്തിലാണ് കരാർ. നവംബർ 30 വരെ 65 ദിവസത്തേക്കാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുക. സുരക്ഷാ ചെലവുകളടക്കം സർക്കാർ വഹിക്കുമെങ്കിലും ടിക്കറ്റിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും ലഭിക്കുന്ന വരുമാനം മുഴുവൻ സ്പോൺസർക്കെടുക്കാമെന്നും സമ്മതിക്കുന്നു. കരാർ പോലും ഇല്ലാതെയാണ് GCDA സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളും 24 ലഭിച്ചു. കായികമന്ത്രി V. അബ്ദുറഹിമാന്റെ ഒറ്റ വാക്കിലാണ് ചില്ലിക്കാശ് പോലും നേരിട്ട് കിട്ടാത്ത പരിപാടിക്കായി GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. ഇത് തെളിയിക്കുന്ന കായിക വകുപ്പിന്റെ തന്നെ രേഖകളും 24 ലഭിച്ചു. അതേസമയം ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി കായികമന്ത്രി. പരവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറില്ലാതെയാണ് കൊടുത്തതെന്നൊക്കെയാണ്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. കലൂർ സ്റ്റേഡിയം കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാരോപിച്ച് സ്പോൺസർക്കും GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കുമെതിരെ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പൊതുസ്ഥലം കയ്യേറി, പൊതുസ്വത്ത് അനധികൃതമായി നീക്കം ചെയ്തു, അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തി ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. അതേസമയം കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയതിന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ GCDA നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. TJ ചന്ദ്രചൂഡൻ സ്മാരക അവാർഡ് ദാന ചടങ്ങിൽ പരസ്പരം പുകഴ്ത്തി മുതിർന്ന CPIM നേതാവ് G. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. മന്ത്രിയായിട്ടില്ലെങ്കിലും പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നേതാവാണ് VD സതീശനെന്ന് G. സുധാകരൻ. ആശയങ്ങളിൽ വെള്ളം ചേർക്കാത്തയാളും നീതിമാനായ മന്ത്രിയുമായിരുന്നു G. സുധാകരനെന്ന് സതീശന്റെ പുകഴ്ത്തൽ. സൈബർ പോരാളികൾക്കെതിരായ നിലപാടിലും സതീശനും സുധാകരനും ഒന്നിച്ചു. കോൺഗ്രസ് വേദിയിലെത്തിയതിനു പിന്നാലെ RSP നേതാവിന്റെ പേരിലുള്ള പുരസ്കാരത്തിനും അർഹനായ G. സുധാകരനായിരുന്നു ചടങ്ങിലെ ശ്രദ്ധാകേന്ദ്രം. ആശംസകൾ നേർന്ന RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും CMP ജനറൽ സെക്രട്ടറി CP ജോണും G. സുധാകരനെ പ്രശംസ കൊണ്ട് മൂടി. പുരസ്കാരദാനം നടത്തിയ VD സതീശന്റെ പ്രശംസ വേറിട്ട് നിന്നു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരിക്കലും തന്റെ ആശയങ്ങളെ ഡൈലൂട്ട് ചെയ്യാത്ത ഒരാളാണ്. മറുപടി പ്രസംഗം നടത്തിയ G. സുധാകരൻ നല്ല വാക്കുകൾ കൊണ്ട് സതീഷിനോടുള്ള കടം വീട്ടി. അധികാരം ഉണ്ടെങ്കിൽ ജീവിക്കാനും കൊള്ളാമെന്ന് ആരാ പറഞ്ഞത്? സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല, പക്ഷേ നിയമസഭയിലെ പ്രധാനപ്പെട്ട MLA പ്രതിപക്ഷ നേതാവ്.
സൈബർ ആക്രമണത്തിന് ഇരയാകുന്നവർ എന്ന നിലയിൽ ജി സുധാകരനും വി ഡി സതീശനും പങ്കുവച്ച അഭിപ്രായങ്ങളും ശ്രദ്ധേയമായി. വാദിയെ പ്രതിയാക്കും സോഷ്യൽ മീഡിയ, കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും, വൈറ്റ് വാഷ് ചെയ്തെടുക്കും. ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല. അവർ സ്വയം അങ്ങനെ ആക്കി തീർക്കുക. പല പേരും കളവാണ്. നല്ലൊരു വഴിയുണ്ട്. ആ കമന്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണ്. 24 തിരുവനന്തപുരം. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കെന്ന മന്ത്രി റോഷി അഗസ്റ്റിൻ. ദുരന്തബാധിതർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷ ഉറപ്പാക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. എന്നാൽ യോഗ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്യാമ്പിൽ നിന്നും മടങ്ങില്ലെന്നും ദുരിതബാധിതർ പറഞ്ഞു. ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ചയുണ്ടായി എന്നാണ് ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയടക്കം മണ്ണിടിച്ചിലിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അപകടത്തിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്ന നിഗമനത്തിൽ എത്തിയത്. നഷ്ടപരിഹാരം ഉൾപ്പെടെ ദേശീയപാത അതോറിറ്റി നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അവർക്ക് ആവശ്യമായ വീട് വാടകയ്ക്ക് എടുക്കാനോ മറ്റു സൗകര്യങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ അതിന് വേണ്ടിവരുന്ന വാടക NHAI നൽകണമെന്നുള്ളതാണ് എടുത്ത മറ്റൊരു തീരുമാനം. 29 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും 25 കുടുംബങ്ങളോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനും നൽകിയ നിർദ്ദേശം പ്രതിഷേധത്തിന് കാരണമായി. ഉചിതമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വീട് നഷ്ടപ്പെട്ടവരും ദുരന്തബാധിത മേഖലയിലുള്ളവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ക്യാമ്പിലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രശ്നപരിഹാരമാകുന്നതുവരെ ക്യാമ്പിൽ തുടരാനും തീരുമാനം. 24 ഇടുക്കി. നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധി മാറുന്നില്ല. സപ്ലൈകോ MD-യുമായി മില്ലുടമകൾ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്നാണ് മില്ലുടമകളുടെ നിലപാട്. വിഷയത്തിൽ നെല്ലുടമകളെ കൃഷിമന്ത്രി P. പ്രസാദ് കുറ്റപ്പെടുത്തി. മില്ലുകളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അവർ കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ചെയ്തതെല്ലാം. നിഷേധാത്മകമായ സമീപനം ചില മില്ലുകൾ സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് സംഘടനയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ ഇക്കാര്യത്തിൽ വീണ്ടും ഇടപെട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RSS സംഘടനയെ നിരോധിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. രാജ്യത്തെ പല ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കാരണം BJPയും RSSുമാണെന്നും ഖാർഗെ. NCERT പാഠപുസ്തകങ്ങളിൽ ചരിത്രവും സത്യവും മൂടിവെക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ആരോപണം. ഖാർഗെയ്ക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. RSSനെതിരെ വിഷം വമിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്ന് BJP. വീണ്ടും RSSനെ ചൊല്ലിയാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള തർക്കം. രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം RSS എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വിമർശനം. സർദാർ വല്ലഭായ് പട്ടേലിനെ കോൺഗ്രസ് മറന്നുവെന്ന് പറയാൻ സംഘപരിവാറിന് അവകാശമില്ലെന്നും ഖാർഗെ. वल्लभ पटेल जो चीजें हमारे सामने रखी है, अगर उसको मर्यादा प्रधानमंत्री देते हैं. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് RSSൽ സജീവ അംഗങ്ങളാകാനുള്ള വിലക്ക് വല്ലഭായ് പട്ടേലിന്റെ കാലത്താണ് കൊണ്ടുവന്നതെന്നും എന്നാൽ മോദി സർക്കാരാണ് അത് എടുത്തുകളഞ്ഞതെന്നും ഖാർഗെ ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷന് മറുപടിയുമായി BJP രംഗത്തെത്തി. കോൺഗ്രസ് 50 വർഷത്തിലേറെയായി പട്ടേലിനെ അവഗണിച്ചു. കലാപകാരികൾക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നുമാണ് BJPയുടെ വിമർശനം. 24 ഡൽഹി. 1 കോടി സർക്കാർ ജോലി ഉൾപ്പെടെ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ NDAയുടെ പ്രകടന പത്രിക. സ്ത്രീകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേകം സാമ്പത്തിക സഹായം പത്രികയിലുണ്ട്. NDA സഖ്യകക്ഷി നേതാക്കൾ ചേർന്നാണ് പട്നയിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത്. വർഷം 1 ലക്ഷം രൂപയെങ്കിലും സമ്പാദിക്കാൻ 1 കോടി സ്ത്രീകളെ പ്രാപ്തരാക്കുന്ന ലാഖ്പതി ദീദി പദ്ധതിയാണ് അടുത്ത വാഗ്ദാനം. സ്വയം തൊഴിൽ കണ്ടെത്താൻ 2 ലക്ഷം രൂപ വരെ സ്ത്രീകൾക്ക് സഹായം നൽകും. പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 10 ലക്ഷം രൂപ വീതം നൽകും. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയെ നിയോഗിക്കും. 25 വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉള്ളത്. പട്നയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിന് കാത്തുനിൽക്കാതെ നേതാക്കൾ മടങ്ങി. പ്രധാനമന്ത്രിയെ അപമാനിച്ചുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നതാണ് ആവശ്യം. അതേസമയം മൊഖാമ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി നേതാവ് ദുലാർ ചന്ദ് യാദവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ JDU സ്ഥാനാർത്ഥി ആനന്ദ് സിംഗിനെതിരെ പോലീസ് കേസെടുത്തു. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കേസ്. ബീഹാറിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.
ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനം രാഷ്ട്രീയ ഏകതാ ദിവസമായി ആഘോഷിച്ച് രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉൾപ്പെടെയുള്ളവർ സർദാർ പട്ടേലിന് ആദരമർപ്പിച്ചു. ഗുജറാത്തിലെ ഏകതാ നഗറിലെ ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഏകതാ നഗറിൽ നടന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിലും പ്രധാനമന്ത്രി മോദി സാക്ഷ്യം വഹിച്ചു. ഐക്യപ്രതിജ്ഞയും പ്രധാനമന്ത്രി ചൊല്ലിക്കൊടുത്തു. अखंडता और सुरक्षा को बनाए रखने के लिए स्वयं को समर्पित करूंगा। 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അമേരിക്കയോട് തേടി ഇന്ത്യ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. ഏപ്രിലിൽ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്ത ശേഷം NIA വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ തേടിയത്. കൂടുതലായി കിട്ടുന്ന വിവരങ്ങൾ കേസന്വേഷണത്തിന് സഹായകമാകുമെന്നും റാണയ്ക്കെതിരെയുള്ള കേസ് ശക്തമാക്കാൻ ഉപകരിക്കുമെന്നുമാണ് NIAയുടെ പ്രതീക്ഷ. പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരമുള്ള അഭ്യർത്ഥന US-ലെ ഇന്ത്യൻ എംബസി വഴിയാണ് അമേരിക്കൻ അധികൃതർക്ക് കൈമാറിയത്. 2008 നവംബർ 26-ന് മുംബൈയിൽ നടന്ന ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 238-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയായ റാണ ലഷ്കർ-ഇ തോയ്ബയുടെ ചാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഗൂഢാലോചന നടത്തി ആക്രമണത്തിന് സഹായകരമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നാണ് NIA കേസ്. 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമര പ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാതലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഫെബ്രുവരി 10-നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങിയത്. ഒടുവിൽ 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാപകൽ സമരം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം. 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് വിജയമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. സർക്കാർ പ്രഖ്യാപനത്തെ ആശമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഓണറേറിയം കൂട്ടിയത് സമരം കൊണ്ടല്ലെന്നും മന്ത്രി. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. ഇപ്പം അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. സമര രീതി മാത്രമാണ് മാറ്റുന്നതെന്നും ആശമാർക്കുള്ള പിന്തുണ തുടരുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. നാളെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്രതിജ്ഞാ റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. ലൈംഗികാരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം വേദി പങ്കിട്ട് മന്ത്രി K കൃഷ്ണൻകുട്ടിയും CPIM MLA ശാന്തകുമാരിയും. പാലക്കാട് നടന്ന ജില്ലാതല പട്ടയമേളയിലാണ് ഇരുവരും രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിട്ടത്. ഇന്ന് നടന്ന റവന്യൂ വകുപ്പിന്റെ പട്ടയമേളയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. മന്ത്രി കൃഷ്ണൻകുട്ടിയും ശാന്തകുമാരി MLA അടക്കമുള്ളവരും വേദിയിലുണ്ടായിരുന്നു. രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു മന്ത്രിയും CPIM MLAയും വേദി പങ്കിടുന്നത്. നേരത്തെ CPIM കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് വിവാദമായിരുന്നു. മന്ത്രി K രാജൻ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2303 പട്ടയങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. 24 പാലക്കാട്. കൂടുതൽ വാർത്തകളിലേക്ക്. KPCC കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. KPCC പുനഃസംഘടനയ്ക്ക് പിന്നാലെയാണ് 17-അംഗ കോർ കമ്മിറ്റി നിലവിൽ വന്നത്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് കോർ കമ്മിറ്റി കൺവീനർ. AK ആന്റണി ഏറെക്കാലത്തിന് ശേഷം കോൺഗ്രസിന്റെ നിർണായക ചുമതലയിലേക്ക് തിരിച്ചെത്തിയെന്നതും കോർ കമ്മിറ്റിയുടെ പ്രത്യേകതയാണ്. ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം 2020-ൽ ഇന്ത്യക്ക് 4 വിക്കറ്റ് തോൽവി. 126 റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ 40 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. 46 റൺസ് എടുത്ത ക്യാപ്റ്റൻ മിച്ചൽ മാർഷാണ് ഓസീസിന്റെ ജയം അനായാസമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 125 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ 2 പേർക്കാണ് 2 അക്കം കടക്കാനായത്. 68 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയ്ക്കും 35 റൺസ് എടുത്ത ഹർഷീത് റാണയ്ക്കും. ജയത്തോടെ 5 മത്സര പരമ്പരയിൽ ഓസ്ട്രേലിയ 1-0 മുന്നിലെത്തി. ഞായറാഴ്ചയാണ് അടുത്ത മത്സരം. സർക്കാർ വാഹനങ്ങൾക്കിനി ഏകീകൃത നമ്പർ പ്ലേറ്റ് സീരീസ്.
KL 90 സീരീസിൽ സർക്കാർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യും. കേന്ദ്ര സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്കും പുതിയ സീരീസ് നൽകും. നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങി. KSRTC വാഹനങ്ങൾ KL 15 ആരംഭിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഏകീകൃത നമ്പർ സീരീസ് വരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും വകുപ്പുകളുടെയും വാഹനങ്ങൾ KL 90 തുടങ്ങും. 90 കഴിഞ്ഞാൽ KL 90D സീരീസ് ആകും. കേന്ദ്ര സർക്കാരുകളുടെയും വകുപ്പുകളുടെയും വാഹനങ്ങൾ KL 90A തുടങ്ങും. അത് അവസാനിച്ചാൽ KL 90E രജിസ്ട്രേഷൻ നമ്പറുകൾ നൽകും. KL 90B, KL 90F എന്നീ രജിസ്ട്രേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹന രജിസ്ട്രേഷൻ നമ്പറുകളാകും. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ബോർഡ് കോർപ്പറേഷനുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് KL 90Cയിൽ നമ്പർ പ്ലേറ്റുകൾ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ KL 90G ആയിരിക്കും നമ്പർ സീരീസ്. മോട്ടോർ വാഹന വകുപ്പ് ചട്ടം ഭേദഗതി ചെയ്താണ് പുതിയ മാറ്റം. ഈ നമ്പർ പ്ലേറ്റുകളുള്ള വാഹനങ്ങൾ ഏതെങ്കിലും കാരണത്താൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ വാഹന രജിസ്ട്രേഷൻ നമ്പർ മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, പ്രോട്ടോകോൾ വാഹനങ്ങൾ എന്നിവയ്ക്കായി ചില നമ്പർ പ്ലേറ്റുകൾ പ്രത്യേകമായി മാറ്റിവെക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.